ഹലോ മക്കളെ, നമസ്കാരം. അപ്പൊ നമ്മുടെ പുതിയ SSLCയുടെ സിലബസ് മാറുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും കരുതുന്നു. അപ്പൊ നമുക്ക് ഏറെക്കുറെ ഇപ്പൊ 2-3 ദിവസം മുന്നേ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക് പ്രകാശനം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ട് മാത്സിൽ നിന്ന് ഫസ്റ്റത്തെ വോളിയത്തിൽ ഉണ്ടാവുന്ന ആദ്യത്തെ 3 ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ട് മാത്രമാണ് ഇപ്പൊ നമുക്ക് വിവരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ലഭിച്ച വിവരം വെച്ചിട്ട് ഫസ്റ്റത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അരിത്തമാറ്റിക് സീക്വൻസ് ആയിരിക്കും. അതായത് ഓൾറെഡി പഴയ ടെക്സ്റ്റിലും അരിത്തമാറ്റിക് സീക്വൻസ് തന്നെയാണ്, പക്ഷെ അവിടെ കണ്ടന്റ്, അതായത് ഒറ്റ ചാപ്റ്റർ ആയിരുന്നു അരിത്തമാറ്റിക് സീക്വൻസ് എന്ന പേരിൽ പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അത് പുതിയ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരുമ്പോൾ ഒരു ചാപ്റ്റർ ഇതാ കണ്ടോ, ഒന്നാമത്തെ ചാപ്റ്റർ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. പിന്നെ സിമിലർലി മൂന്നാമത്തെ ചാപ്റ്ററിൽ വേറെ അരിത്തമാറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര അത് വേറെ ആയിട്ടും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കണ്ടന്റ് കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത്. പൂർണ്ണമായും പറയാൻ പറ്റില്ല, ടെക്സ്റ്റ് ബുക്ക് വന്നാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റുള്ളൂ. കാരണം മൂന്നാമത്തെ ഒരു ചാപ്റ്ററും ഒന്നാമത്തെ ഒരു ചാപ്റ്ററും കണ്ടോ, ഇപ്പൊ ഈ പുതിയ ടെക്സ്റ്റ് കാണിച്ചിട്ടുള്ള 3 ചാപ്റ്ററും കൂട്ടിച്ചേർത്ത ഒരു ഒറ്റ ചാപ്റ്റർ ആയിട്ടായിരുന്നു നമുക്ക് പഴയ ടെക്സ്റ്റിൽ പഠിക്കാണ്ടായിരുന്നത് അരിത്തമാറ്റിക് സീക്വൻസിൽ. അതിൽ നമുക്ക് ഓൾജിബ്രയും എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റ ചാപ്റ്റർ ആയിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഇനി ചാപ്റ്റേഴ്സിന്റെ എണ്ണം കൂടുമോ പുതിയ ടെക്സ്റ്റിൽ ടോട്ടൽ എന്നൊക്കെ കണ്ടറിയേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പഴയ ടെക്സ്റ്റിലാണെങ്കിൽ സർക്കിൾസ് ആയിരുന്നു, പുതിയ ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്. അവിടെയും സർക്കിൾസ് ആൻഡ് ആംഗിൾസും വേറൊരു ചാപ്റ്റർ കൂടി അനുബന്ധമായി കാണാനുള്ള സാധ്യത കാണുന്നുണ്ട്. വരുമോന്ന് അറിയില്ല, ബാക്കിയുള്ള വോളിയം വന്നു കഴിഞ്ഞാലേ അറിയുള്ളൂ. അപ്പൊ സർക്കിൾസ് ആൻഡ് ആംഗിൾസിൽ ഓൾറെഡി കണ്ടന്റ് ഒക്കെ പഴയതാവാൻ തന്നെയാണ് സാധ്യത. ഇനി ചാപ്റ്റർ വലിച്ചു നീട്ടോ അതോ ഒരു കണ്ടന്റ് കുറയ്ക്കോ, അതായത് അപ്പൊ അത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. പിന്നെ എന്തായാലും ബേസിക് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നിലനിർത്താൻ സാധ്യത ഉണ്ട്. കാരണം NCERT CBSE ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ബേസിക് ചാപ്റ്റേഴ്സ് ആണ്. സർക്കിൾസ് ആണെങ്കിലും അരിത്തമാറ്റിക് സീക്വൻസ് ആണെങ്കിലും ഇനി ഇപ്പോൾ വരികയാണെങ്കിൽ അടുത്ത ചാപ്റ്റേഴ്സ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ട്രിഗണോമെട്രി, അങ്ങനത്തെ കോർഡിനേറ്റ് ജോമെട്രി, അങ്ങനത്തെ കാര്യങ്ങൾ, സോളിഡ്സ് അല്ലെങ്കിൽ ഘനരൂപങ്ങൾ, ഇതൊക്കെ അവിടെ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എനിവേ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കയ്യിൽ ടെക്സ്റ്റ് അവൈലബിൾ ആയാൽ തന്നെ നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. കംപ്ലീറ്റ് സൊല്യൂഷൻ ഉണ്ടായിരിക്കും, നമുക്ക് ഒപ്പം പഠിച്ചു പോകാവുന്നതാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി ഇടുന്ന വീഡിയോ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്ത് 10th SSLCയിൽ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ എല്ലാ ക്ലാസ്സും നമ്മൾ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്യും, സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആയിട്ട്. അപ്പോൾ ഫോളോ ചെയ്യുക. ഓക്കെ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, എനിവേ വരുന്ന അപ്ഡേറ്റ്സുകൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ശരി.